അച്ഛൻ ഇങ്ങനെ ഈ മൂത്തത്തോണ് കഴിക്കൊണ്ടിരിക്കാതെ എന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും. എടാ നിന്റെ തള്ള പറഞ്ഞു കേട്ടില്ലേ, നിന്റെ മുണമുണാഞ്ചി ചേട്ടന്റെ കല്യാണം നടക്കും, നിന്റെ കല്യാണം നടക്കത്തില്ല. പിന്നെ നിങ്ങൾ എനിക്ക് എന്റെ കാര്യത്തിൽ ചേട്ടൻ മോനെപ്പോ വന്ന് ഞാൻ വന്നിട്ട് കുറച്ചായി. നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ടാവുക. അതിന് നമ്മളല്ലല്ലോ അച്ഛനല്ലേ പറഞ്ഞത്. എടാ എന്റെ മോനെ, ഓ എടാ അച്ഛനൊന്നും മനസ്സിൽ വിചാരിച്ചിട്ട് അച്ഛനൊന്നും മനസ്സിൽ വിചാരിച്ചിട്ട് പറഞ്ഞല്ല. ഇത് നീ അമ്മയോട് പറയാൻ നിൽക്കണ്ട. അമ്മയോടൊന്നും പറയലടാ. നിങ്ങൾ മാറും മനുഷ്യ. ഇങ്ങനെയാണ് എന്റെ മോനെ വേദനിപ്പിച്ചത്. ഞാനല്ല, ഇവനാ. ഇവനാണ് എന്റെ മോനെ വേദനിപ്പിച്ചത്. മറ്റേ കടയിലെ വിജയനില്ലേ, കടയിലെ വിജയൻ എന്റെ മോനോട് എന്താ ചെയ്തത്? ഇവനെ കുറിച്ചിട്ട് വിജയൻ എന്നോട് പണ്ടേ ഉള്ളത്, എന്റെ കുടുംബക്കാരുള്ളത്. വിജയല്ല, അങ്ങനെയാണ് അച്ഛാ വിജയന്റെ മോൻ. അവന് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലിനോട് ഞങ്ങൾ രണ്ടുപേരും കണ്ണിക്കടയുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? വിജയന്റെ മോനല്ല ഇവരാരും അല്ലെന്ന്. പിന്നെ ആര്? ആ വിജയന്റെ മോള് വീണ ഇല്ലേ, വീണ അവളെന്റെ അടുത്ത് ഇഷ്ടമാന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോവാൻ പോലും. ഓ ഓ ഈ പാക്ക് വിട്ടുന്ന കത്തിയായിട്ട് അമ്മ ഇതങ്ങോട്ട് പോകണം. വിജയനെ മോനെ കുത്തിക്കൊല്ലണ്ടേ? കൊല്ല. ബാക്കി അച്ഛൻ പറഞ്ഞു തരുവേ. വിജയന്റെ കടയിലേക്ക് 1 കിലോ സർലാക്ക് മേടിച്ച് കലക്കി നിന്റെ കുഞ്ഞാപ്പിയുടെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കുക.